വലിയ ഈ തോൽവിക്ക് ശേഷം CPM-ൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLM-ന്റെ ലക്ഷ്യം. സെക്രട്ടറിയായി MV ഗോവിന്ദൻ ഇനി തുടരേണ്ടതില്ല. സെക്രട്ടറിയുടെ കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ സെക്രട്ടറി കാരണമാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഈ വലിയ തോൽവിയെ നേരിട്ടത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്ന ഒരഭിപ്രായമാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. സെക്രട്ടറി മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി സഖാവ് മുതൽ ഇങ്ങോട്ട് സാധാരണ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെ ഈ തോൽവിക്ക് ഉത്തരവാദികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഒക്കെ പറയുന്ന രീതിയിൽ അതേപടി പ്രവർത്തിക്കുകയും ജനവിരുദ്ധ നയങ്ങൾ, അത് ജന അഭിമുഖ നയങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ചേരുന്ന നയങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയും സർക്കാർ സംവിധാനങ്ങളിൽ പാർട്ടി വേണ്ട രീതിയിൽ ഇടപെടാതിരിക്കുകയും പിണറായി വിജയനെ ഭയന്നിട്ട് പാർട്ടി അദ്ദേഹത്തെ മാത്രം പാടിപ്പുകഴ്ത്തുകയും ഒക്കെ ചെയ്തത് വലിയ തോതിലുള്ള തിരിച്ചടിയായി. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ, തിരുത്താതെ, കൃത്യമായി ഇടപെടൽ നടത്താതെ, എന്നാൽ ജനവിരുദ്ധ ആശയങ്ങൾക്കും നയങ്ങൾക്കും പിന്തുണ, സർക്കാരിൻ്റെ ഇത്തരം ആശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു അന്ധമായ നിലപാടാണ് സത്യം പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിമാരും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ സ്വീകരിച്ചത്. ഇതാണ് തോൽവിക്ക് തിരിച്ചടിയായത് അല്ലെങ്കിൽ തോൽവിക്ക് കാരണമായത്. CPM-നും അതുപോലെ തന്നെ മുൻ സർക്കാരിനുമൊക്കെ തന്നെ വലിയ തിരിച്ചടി ആയത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് എല്ലാവരും ഒരേപോലെ ഉത്തരവാദികളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറിക്കൊപ്പം എല്ലാവരെയും തീർച്ചയായിട്ടും ഇതിൽ പഴി ചാരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒരു സംവിധാനത്തിന് കീഴിൽ, ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ജനങ്ങൾ എന്തെല്ലാം അനുഭവിക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നു, ഇതിൽ ജനവിരുദ്ധ ആശയങ്ങൾ ഏതാണ്, ജനങ്ങൾക്ക് അനുകൂലമായ ആശയങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കാതെ ഒരു വ്യക്തി ചെയ്യുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത്, മന്ത്രിമാർ ചെയ്യുന്നത് എല്ലാം നല്ലതാണ് എന്ന് അന്ധമായി ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടാണ് പലപ്പോഴും പാർട്ടി സെക്രട്ടറിയും അതുപോലെ നേതാക്കളുമൊക്കെ തന്നെ രംഗത്ത് വന്നത്. മന്ത്രിമാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതുകൊണ്ടാണ്. ഇത്രയും മന്ത്രിമാരൊക്കെ തോറ്റ ചരിത്രം തന്നെ ഇതിനു മുൻപ് വളരെ വിരളമാണ്. കേരള ചരിത്രത്തിൽ തന്നെ വിരളമാണ്. മാത്രമല്ല എത്രയോ നല്ല മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് തന്നെ എത്രയോ നല്ല മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. EK നായനാർ, VS അച്യുതാനന്ദനൊക്കെ ഒരു ആവേശമായിരുന്നു. അതുപോലെ C അച്യുതമേനോൻ, EMS നമ്പൂതിരിപ്പാട് തുടങ്ങി എത്രയോ പ്രമുഖരായ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആരുടെയും പാത പിന്തുടരാതെ ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട്, ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി നടത്തിയ തേരോട്ടത്തിൻ്റെ തിക്തഫലമാണ് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷവും CPM-ഉം ഇന്ന് അനുഭവിക്കുന്നത്. അതിന് പാർട്ടിക്കും CPM-നും സമ്പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒരു സർക്കാർ സംവിധാനത്തെ പാർട്ടി നിയന്ത്രിക്കുമ്പോൾ, നേരത്തെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ആ സംവിധാനത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് പാർട്ടിയാണ്, CPM ആണ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ്. ഇവിടെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെക്കാളും വലിയ ജനവിരുദ്ധനായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടത്. അതുപോലെ തന്നെ പാർട്ടി സഖാക്കളും. MV ഗോവിന്ദനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, CPM എന്ന സംവിധാനത്തെ തന്നെ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ കാരണമാണ്. ഘടകകക്ഷികളെ ഒന്നും നമ്മൾ ഇതിനുള്ളിലേക്ക് വലിച്ചിഴയ്ക്കുന്നില്ല. CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സംവിധാനം നടത്തിയ ജനവിരുദ്ധത, അഹങ്കാരം, ധാർഷ്ട്യം, തന്നിഷ്ടം, ഏകാധിപത്യം, ഇതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ LDF-ന് പിണറായിക്ക് ഉണ്ടായ ഈ വലിയ തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇപ്പം തോറ്റു എന്ന് നമ്മൾ അനർഹമായ പരാജയമാണ് എന്ന് പറയുമ്പോഴും തോറ്റു എന്ന് സമ്മതിച്ചല്ലോ, അതുതന്നെ ഭാഗ്യം എന്ന് വിചാരിക്കണം. സമൂഹ മാധ്യമങ്ങളിൽ അത്തരം കമൻറ്റുകളും വരുന്നുണ്ട്. MV ഗോവിന്ദൻ മാറിയാലോ അല്ലെങ്കിൽ MA ബേബി മാറിയാലോ അല്ലെങ്കിൽ മറ്റ് ചുമതലയുള്ള PB അംഗങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ മാറിയാലോ ഒന്നും ഇത് ശരിയാകില്ല. ഇത് ആശയത്തിൻ്റെ പ്രശ്നമാണ്, അടിസ്ഥാനമില്ലായ്മയുടെ പ്രശ്നമാണ്, ജനങ്ങളിൽ നിന്നകന്നതിൻ്റെ പ്രശ്നമാണ്. ഇതിൻ്റെ പ്രശ്നം അവരുടെ ആ ഒരു ജനവിരുദ്ധ ചിന്തയാണ്, നയങ്ങളാണ്.
വ്യക്തിയല്ല, എം വി ഗോവിന്ദൻ എന്ന വ്യക്തിയല്ല. പാർട്ടി സെക്രട്ടറി മാറിയാലും പാർട്ടി തന്നെയല്ലേ, അല്ലെങ്കിൽ സി പി എം തന്നെയല്ലേ. പിന്നെങ്ങനെ മാറ്റം വരും? പിന്നെങ്ങനെ തിരുത്തും എന്നൊക്കെ പറയുന്നു. എന്ത് തിരുത്തൽ? ഒരു തിരുത്തലും ഉണ്ടാകില്ല. ഇവർ ഇത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. CPM എന്ന പാർട്ടി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ലാതാകുന്നതുവരെ ഇത് തുടരും എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.